മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ മറ്റൊരു ചരിത്ര സിനിമ കൂടി വെള്ളിത്തിരയിലെത്തുകയാണ്. പൃഥ്വിരാജ്, പ്രഭുദേവ, ആര്യ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഉറുമി എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ സംവിധായകനായ ശ്രീ സന്തോഷ് ശിവൻ പുറം കേരളത്തോട് പങ്കുവയ്ക്കുന്നു. നമസ്കാരം സർ. ഉറുമി എന്നുള്ളൊരു ഫിലിം ആക്ച്വലി പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഷാജി നരേശനും പൃഥ്വിരാജും ഞാനും കൂടാണ്. ഇതിന്റെ കഥ തിരക്കഥ എല്ലാം ചെയ്തിരിക്കുന്നത് ശങ്കർ രാമകൃഷ്ണനാണ്. ഇതിലെ ആർട്ട് ഡയറക്ടർ സുനിൽ ബാബു, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ്, രാജാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, സുനിൽ ബാബു ആർട്ട് ഡയറക്ഷൻ, ഇക്ക ലക്വാണി എന്നുള്ള ലേഡിയാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്, പിന്നെ അല്ലാതെ പ്രവർത്തിച്ചിട്ടുള്ള പലരും. ഈ ഫിലിം ബേസിക്കലി പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മള് ആദ്യമായിട്ട് ഒരു നമ്മുടെ നാട് ഡിസ്കവറി എന്ന് പറയുന്ന എല്ലാ വെസ്റ്റേൺ ആൾക്കാരുടെ ഇതില് വാസ്കോ ഡി ഗാമയാണ് ആദ്യമായിട്ട് നമ്മുടെ നാട് ഡിസ്കവർ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഡിസ്കവർ ചെയ്തെങ്കിൽ ഈ പെപ്പർ കാരണമാണ് ഇദ്ദേഹം ഈ റൂട്ട് കണ്ടുപിടിക്കാനൊക്കെ വന്നത്. പക്ഷെ നമ്മുടെ ഇതിൽ നോക്കുമ്പം ഇയാളെ അവസാനം ഇൻവേഡ് ചെയ്തു. ഇയാളാണ് ആദ്യത്തെ കൊളോണിയൽ റൂളർ. അപ്പം നമ്മുടെ പെർസ്പെക്റ്റീവ് ഇയാൾ ഇൻവേഡർ ആയിട്ടാണ്. അപ്പൊ ഇയാൾ ഇൻവേഡ് ചെയ്യാൻ നേരത്ത് ഒരുപാട് ആൾക്കാർ ഉപദ്രവിച്ചു, ഒരു മെക്കയിൽ പോയ ഷിപ്പ് കത്തിച്ച് കളഞ്ഞു, ഒരുപാട് ക്രൂരമായിട്ട് ചെയ്തു. അപ്പം ഈ മെക്കയിലെ ഷിപ്പ് കത്തിച്ച് കളഞ്ഞപ്പോഴും അങ്ങനെയുള്ള ട്രാജഡിയിൽ നിന്ന് ഉള്ളൊരു ഹ്യൂമൻ ഡ്രാമയാണ് ആക്ച്വലി ഉറുമി എന്നുള്ള സ്റ്റോറി. അങ്ങനെ നമ്മുടെ ക്യാരക്ടർ കെയിലും എല്ലാം കൂടെ they want to actually take revenge on the Portuguese who പിന്നെ നമ്മുടെ നാട്ടില് യൂണിറ്റി ഒക്കെ കുറവായതുകൊണ്ട് അവർക്ക് എളുപ്പമായിരുന്നു വരാൻ. അപ്പൊ അതാണ് നമ്മുടെ സ്റ്റോറിയുടെ ഒരു ബേസിക് സ്റ്റോറി അല്ലേ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ആദ്യമായിട്ട് തോക്ക് കാണുന്നു, ആദ്യമായിട്ട് പീരങ്കി കാണുന്നു, ഒരുപാട് ആൾക്കാർക്ക് ഇവരുടെ റിവെഞ്ച് എടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഉറുമിയുടെ സ്റ്റോറി. ഇത്തരം ചിത്രങ്ങളെ കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു വിമർശനം ഉണ്ടാകാറുള്ളത് ചരിത്രത്തോട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന കാര്യത്തിലാണ്. ഉറുമിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ സംവിധായകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഒരു ഫിലിം എടുക്കാൻ നേരത്തെ എല്ലായിടത്തും അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. പക്ഷെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ഉള്ള ചരിത്രം എന്ന് പറയുന്നത് അവര് റെക്കോർഡ് ചെയ്ത ചരിത്രമാണ്. അപ്പൊ എപ്പോഴും ജയിച്ചവരുടെ ചരിത്രമാണ് നമ്മൾ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നോക്കുന്നത്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും അന്നത്തെ കാലത്ത് നമ്മുടെ അവിടെ ഉള്ള കളരി വാറിയേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവര് എവരി വൺ ഹാസ് ദെയർ ഓൺ സ്റ്റോറീസ്, മനസ്സിലില്ലേ? അപ്പൊ ഇപ്പം ചരിത്രം ഇപ്പൊ നമുക്കുള്ള ചരിത്രം എഴുതിയിട്ടുള്ള ബേസിക്കലി അത്ര ബുക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ അത് എപ്പോഴും എന്ത് ചെയ്താലും എപ്പോഴും ആൾക്കാർ പറയാനും നല്ലത് പറയാനും കാണും, അല്ലാതെ പറയാനും കാണും. അതിപ്പോ നമുക്കിപ്പം കളയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഒരു നോൺ ഫാക്ട് ആണ്. അപ്പം നമ്മുടെ ജോലി ഫിലിം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് പറയാം, അത് ദാറ്റ് ഇസ് ദെയർ ചോയ്സ്. അവരുടെ അറിവ് അനുസരിച്ച് അവർക്ക് പറയാം. പക്ഷെ നമ്മൾ ഈ ഫിലിമിൽ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്തതാണ്. പക്ഷെ ബേസിക്കലി അതൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടെ ഫിലിം ഇസ് ഡൺ ഇൻ സച്ച് എൻ എന്റർടൈനിങ് വേ. ഒരു എന്റർടൈനർ ആയിട്ടാണ് ഫിലിം അവതരിപ്പിക്കുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ ഫാന്റസി എന്ന് പറയാം, ഫിക്ഷൻ എന്ന് പറയാം. ശ്രീ പൃഥ്വിരാജ് താങ്കളുടെ ചിത്രത്തിൽ അഭിനയിക്കുന്നത് രണ്ടാമത്തെ തവണയാണ്. അനന്തപുരം എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ആയിരുന്നു നായകൻ. ഒരുപക്ഷെ ഉറുമിയിലെ കഥാപാത്രം പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഒരു വഴിത്തിരിവ് ആയി മാറുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒരു നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിനെ താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ അനന്തഭദ്രത്തിൽ നിന്നും ഉറുമിയിലെത്തുമ്പോൾ വിലയിരുത്തുന്നത്? ഈ ചിത്രത്തിൽ അദ്ദേഹം ആ കഥാപാത്രത്തെ എത്രത്തോളം ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അതിപ്പോ എന്റെ അഭിപ്രായത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് ആൾക്കാരാണ് അത് കണ്ടിട്ട് അത് നല്ലതാണോ ചീത്തയാണെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക്, ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ, നമുക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ കൊടുക്കാം ഒക്കെ ചെയ്യാമെങ്കിലും ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ. അപ്പം ബേസിക് ആയിട്ട് ഐ ഫീൽ ദാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്യാരക്ടേഴ്സിനെ എങ്ങനെ, ഇപ്പൊ നമ്മളൊരു പൃഥ്വിരാജ് എന്നുള്ളൊരു വ്യക്തി നമ്മളൊരു പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പടം വെളിയിൽ കുറച്ച് ആൾക്കാരെ കാണിച്ചപ്പം അവർക്കാണെങ്കിൽ ഇതാരാണ് ഈ ആക്ടർ, അവർക്ക് അൺബയസ്ഡ് ആണ്, മനസ്സിലല്ലേ? ഒരു ബയസ് ഇല്ലാത്ത അഡ്മിറേഷൻ ആണ് ആക്ച്വലി. അപ്പൊ ഐ തിങ്ക് ഒരു നമുക്ക് പറയാമെന്നല്ലാതെ നമ്മൾ സിനിമ കാണാൻ നേരത്തെ അവർക്ക്
ചിലർക്ക് ഒരുപാട് പൃഥ്വിരാജിന് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കത്തില്ല. പക്ഷെ വൺ തിങ് ഇസ് ഫോർ ഷുവർ, പടം കാണാൻ നേരത്ത് ആസ് എ ക്യാരക്ടർ ഹി ഹാസ് ഡൺ ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്ലി. ഞാൻ ചെയ്യാൻ നേരത്ത് അത് എൻ്റെ ഒരുപാട് പേര് പറഞ്ഞു, മണിരത്നം പറഞ്ഞിട്ട് ഓക്കെ വെരി ഇൻട്രസ്റ്റിംഗ്ലി പോർട്രേറ്റ് ആ രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറയാൻ പറ്റില്ല. മറ്റുള്ളവരായിരിക്കും എൻ്റെ അടുത്ത് പറയുന്നത് എന്ത് മനോഹരമായിരുന്നോ അല്ലെങ്കിൽ നന്നായില്ലല്ലോ അങ്ങനെയൊക്കെ. ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി എടുത്ത എഫേർട്ട് എത്രത്തോളം ഉണ്ട്? അതൊക്കെ നിങ്ങൾക്കൊന്നും ബിലീവ് ചെയ്യാൻ പറ്റാത്ത എഫേർട്ടാണ്. അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുക്കും. ഓൾമോസ്റ്റ് ഓൾ ആക്ടേഴ്സ് അങ്ങനെ ആ രീതിയിലൊക്കെ ഇപ്പൊ എല്ലാം വെരി പ്രൊഫഷണൽ. പൃഥ്വിരാജ് റിയലി റിയലി വർക്ക് ഹാർഡ് ഓൺ ഇറ്റ്. പിന്നെ അത് മാത്രമല്ല അയാളുടെ ഒരു പ്രൊഡ്യൂസറുമാണ് ഈ പടത്തില്. അപ്പം ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനും മറ്റുള്ള ഭാഷയിൽ നിന്ന് വന്ന ആൾക്കാരുടെ അടുത്ത് ഡയലോഗ് പറഞ്ഞു പഠിപ്പിക്കാനും അതിന്റെ ന്യൂവൻസസ് പറയാനും അത് എല്ലാം തന്നെ ചെയ്തു. ഇൻഫാക്ട് നമ്മുടെ ഫിലിമിൽ വന്ന എല്ലാ ആക്ടേഴ്സും, ഫോർ എക്സാമ്പിൾ ജനീല ആണെങ്കിൽ 2 ആഴ്ച കളരിയൊക്കെ പഠിച്ചു, പിന്നെ കുതിര ഓട്ടിക്കാൻ പഠിച്ചു. പിന്നെ വിദ്യാബാലനാണെങ്കിൽ 1.5 ആഴ്ച ഡാൻസ് പ്രാക്ടീസ് ചെയ്തു, ദാസിയാട്ടം പോലത്തെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. പ്രഭുദേവാണെങ്കിൽ മലയാളത്തില് തമിഴിന്റെ ക്യാരക്ടർ ആണെങ്കിൽ തന്നെയും മലയാളത്തിലാണ് സംസാരിക്കുന്നതും. അപ്പൊ അതിന്റെ ന്യൂവൻസും അതൊക്കെ. ഇപ്പൊ അമോൽ ഗുപ്ത എന്ന് പറഞ്ഞ നമ്മുടെ താരക് ജമീന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, കമ്പനിയിലൊക്കെ അഭിനയിച്ച ആള്, അയാൾക്കാണെങ്കിൽ മലയാളം എന്താണെന്ന് അറിയാൻ പോലും വയ്യ. പക്ഷെ അയാള് ബേസിക്കലി അവരൊക്കെ നന്നായിട്ട് അതിൽ അധ്വാനിച്ചു. അപ്പൊ അതിനും പൃഥ്വിരാജും ഒക്കെ ഹെൽപ്പിംഗ് ഹാൻഡാണ് എപ്പോഴും. പൃഥ്വിരാജ് മാത്രമല്ല, ജഗതി, സീനിയർ ആക്ടേഴ്സുള്ള ജഗതി, മറ്റെല്ലാവരും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഫിലിം ചെയ്തത്. ബിക്കോസ് ഈ ഫിലിം ചെയ്യാൻ നേരത്ത് എല്ലാ ഭാഷയിൽ നിന്നുള്ള ആക്ടേഴ്സും ഉണ്ട്, പിന്നെ വർക്ക് ചെയ്ത ആൾക്കാരും എല്ലാ ഡിഫറെന്റ്, പിന്നെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ്. ഇംഗ്ലീഷ് വർക്ക് ചെയ്തതും മറ്റേ വർക്ക് ചെയ്തതും എല്ലാം അങ്ങനത്തെ ഒരു യൂണിറ്റ് ആയിരുന്നു ആക്ച്വലി. പിന്നെ നമ്മുടെ കേരളത്തിന് വെളിയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഓഫ് കോഴ്സ് ഇറ്റ് ഓൾ ടേൺഡ് ഔട്ട് വെൽ എന്ന് പറയാം. അതുപോലെ ഇതൊരു ബഹുഭാഷാ ചിത്രമാണ്, വളരെ അധികം താരങ്ങൾ ഒന്നിക്കുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ മൊത്തം ബഡ്ജറ്റ് എത്രയാണ്? ബഡ്ജറ്റൊക്കെ എനിക്ക് നോക്കിയിട്ട് നമ്മുടെ ഫിലിം കാണാൻ നേരത്ത് ഇപ്പോഴത്തെ ഓഡിയൻസ് എല്ലാം അറിയാം ആക്ച്വലി. അപ്പൊ അവര് തീരുമാനിക്കുന്നത് എത്ര രൂപയായി കാണും, അതും ജഡ്ജ് ചെയ്യട്ടെ, മനസ്സിലല്ലേ? അത് എല്ലാവർക്കും ഒരു ജഡ്ജ്മെന്റ് വേണമല്ലോ. അപ്പൊ ഒരു ഫിലിം കാണാൻ നേരത്തെ എല്ലാവരും ഫിലിം കാണാറുണ്ട്. അപ്പൊ നമ്മളിപ്പം ഇത്രയായി പിന്നെ ഒന്ന് പറയുന്നതാണ്, അവര് പറയും അയ്യോ അത്രയായി കാണത്തില്ല, ഇത്രയായി കാണത്തില്ല. അതിന് പകരം അവര് തന്നെ ജഡ്ജ് ചെയ്തത്, ജഡ്ജ്മെന്റ് അവർക്കും ആകാമല്ലോ, എല്ലാം സിനിമ കാണുന്ന ആൾക്കാരല്ലേ. അത് മാത്രമല്ല ഷോലി ഓൾസോ പിന്നെ ബഡ്ജറ്റ് കൂടിയതിന്റെ വേറൊരു പ്രധാന കാര്യം, നമുക്കൊരു ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്, അത് വേറൊരു വേർഷനാണ്, അത് നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പം അതിനും ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിൽ വേറെ കഥാപാത്രങ്ങളും ഉണ്ട്, പിന്നെ ഹോളിവുഡിൽ വന്ന ആക്ടേഴ്സ് എല്ലാം വെച്ചിട്ട്. അപ്പൊ അത് വേറൊരു ഇതാണ്, അതും ഇതിന്റെ ഇടയിൽ നടന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറെ ഭാഷയിലും ലാംഗ്വേജിലും ഫിലിം ഉണ്ട്, ഒരു 90 മിനിറ്റ് ഫിലിം ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് 3 hours ഉണ്ട്, മനസ്സിലായില്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അങ്ങനെ ഒരു എഫേർട്ടും ഉണ്ട് ഇതിനകത്ത്. ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന രീതിയിലാണോ ഒരുക്കിയിരിക്കുന്നത്? അത് പ്രേക്ഷകർ പറയണം. സംവിധായകൻ എന്ന നിലയിൽ താങ്കളുടെ ഒരു ഫിലിം ചെയ്യാനല്ലേ പറ്റൂ. ഇപ്പൊ നമുക്കിതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നാണ് ആക്ച്വലി ഒരു ഫിലിം ചെയ്യാൻ നേരത്ത് നമുക്ക് ചിലപ്പോൾ തോന്നും ശരി ഇത് ഒരു നീഷ് ഓഡിയൻസിന് വേണ്ടി എടുക്കുന്നതാണ്, അതുകൊണ്ട് അതിൽ പാട്ടില്ല, മറ്റേതില്ല. നമ്മളൊരു ഫിലിം ചെയ്ത് സോങ് ഉണ്ട്, ഇതുണ്ട്, മറ്റുണ്ടെന്ന് ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറൊക്കെ ഉണ്ടെന്ന് ആയിരിക്കുമ്പോൾ യു എക്സ്പെക്ടിങ് ദ ഓഡിയൻസ് ടു വാണ്ടിങ് ടു അഡ്രസ് എ ലാർജർ ഓഡിയൻസ്, ഒരു മാസ് ഓഡിയൻസ്. അപ്പം അതിന്റെ വേറൊരു ഭാഗമായിട്ടാണ് നമ്മൾ വേറെ ലാംഗ്വേജിൽ ചെയ്യുന്നത്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ടു മോർ പീപ്പിൾ. സോ ദാറ്റ് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എവറി ഡയറക്ടർ ഹു വാണ്ട്സ് ടു മേക്ക് എ ഫിലിം. അപ്പൊ ചിലപ്പോൾ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഓഡിയൻസ് ചെറിയ നീഷ് ഓഡിയൻസ് ആയിരിക്കും, ചിലപ്പോൾ യു വാണ്ട് എ വെരി ബിഗ് മാസ് ഓഡിയൻസ്. അപ്പൊ അത് എത്രമാത്രം അത് ശരിയാവെന്ന് പറയുന്നത് ഓഡിയൻസ് അല്ലേ നിശ്ചയിക്കുന്നത്. ചിത്രം എന്നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്? നാളെ 31st യു സർട്ടിഫിക്കറ്റ് ആണ് സെൻസസ്. എത്ര തിയേറ്ററുകളാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്? അത് എനിക്ക് അറിഞ്ഞത് ആക്ച്വലി, ഐ എം വെരി സോറി. മറ്റു ഭാഷകളിൽ ചിത്രം എന്നാണ് റിലീസ്? അതിപ്പോ അല്ല, ഇത് മലയാളം വേർഷൻ മാത്രമേ നമ്മളിപ്പോ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോ നമ്മള് ഇലക്ഷനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫോറം കേരളത്തോട് താങ്കളുടെ വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിൽ അല്പസമയം സംസാരിക്കാൻ മാറ്റിവെച്ചത് വളരെ മാച്ചിന്റെ ഇടയിലും ചിത്രത്തിന് എല്ലാവിധമായ ആശംസകളും. മലയാളത്തിലും മറ്റു ഭാഷകളിലും ചിത്രം വലിയ വിജയമാകട്ടെ. അംഗീകാരങ്ങൾ താങ്കളെയും ഈ ചിത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.